അമ്മാമ്മയുടെ പേരെന്തിട്ടാണ്? എൻ്റെ പേര് മല്ലിക എന്നാണ്. മല്ലിക എന്നു പേരായ ഒരു വൃദ്ധമാതാവിനെ പറ്റിയാണ്. ഞാൻ ആ അമ്മയെ കാണുന്നത് ഒരു ദിവസം കോനൂര് ജംഗ്ഷനിൽ വരുമ്പോഴാണ്. അവരുടെ വീട് തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി പഞ്ചായത്ത് കോനൂര് ജംഗ്ഷനിലാണ് വീട്. അവരെ ഞാൻ കണ്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അവർ വീണ് ഇടുപ്പല്ല് തകർന്നു. വേറെ ആരും തന്നെ പഞ്ചായത്തുകാരോ വേറെ ആരും തന്നെ ഇവരെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചാലക്കുടിയിൽ അഡ്മിറ്റാക്കി 5 ദിവസം ഒരു 3-4 മണിക്കൂർ വീതം ദിവസവും ഞാൻ ഹോസ്പിറ്റലിൽ ചെലവഴിക്കുമായിരുന്നു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇവിടെ തന്നെ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. എന്നാൽ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടുന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ ഒരു അപരിചിതയായ ഒറ്റ ദിവസം മാത്രം പരിചയമുള്ള ഒരു സഹോദരിയാണ്. അപ്പോൾ എനിക്ക് അവിടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നിർബന്ധം പിടിച്ചു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയെങ്കിൽ മാത്രമാണ് വീട്ടിലേക്ക് വിടില്ല ഞങ്ങളെ എന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞ് ഇപ്പം വീട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു. ഇപ്പോൾ ആൾക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് നിരങ്ങിയാണ് ആള് ഭക്ഷണം പാകമാക്കണതും. എനിക്കിതും ഞാനൊക്കെ വന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് സഹായിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സെൻസസ് ഡ്യൂട്ടിക്ക് വന്നിരുന്ന കൊരട്ടി LF കോൺവെൻറ്റിലെ ടീച്ചർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഈ വലിയമ്മയുടെ സാഹചര്യം മനസ്സിലാക്കുകയും അവിടെ നിന്ന് കുറേ പച്ചക്കറികളും മറ്റ് ഫലവ്യഞ്ജനങ്ങളും കൊടുത്ത് ആ വലിയമ്മയെ സഹായിക്കുകയും ചെയ്തു. ആ ടീച്ചറും അവരുടെ ഹസ്ബൻഡും കൂടിയാണ് വന്നിരുന്നത്. ആ വലിയമ്മയ്ക്ക് അത് വലിയൊരു ആശ്വാസമായി. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഈ ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ഇവരുടെ ആ സർജറി നടത്തി കിട്ടണമെന്നാണ്. ആരുമില്ലാത്തതിനുണ്ട് ഞാനോ ആരെങ്കിലും വന്ന് 2-3 ദിവസമൊക്കെ വന്ന് സഹായിക്കാം. പക്ഷേ ഇത് അവിടെ തന്നെ നടത്തി കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. എനിക്ക് 3 മക്കളുണ്ട് മോനെ. അതിലൊരു മോൻ തന്നെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നതാ. 2 പെണ്ണാണ്. അതിന് എല്ലാവരും ഞാൻ ഓർഫനേജിൽ പഠിപ്പിച്ച എന്നെ കൊണ്ട് വഴിയില്ലാണ്ട് മടക്കാർ വഴി 2 മോളെ കെട്ടിച്ചു. അവർ വഴി അവർക്ക് സാമ്പത്തികമൊന്നുമില്ല വന്ന് നോക്കാനും കൊള്ളാനൊന്നും. അവരുടെ ഉപജീവനമാർഗം വല്ല പണിയെടുത്ത് അവർ നടത്തുന്നു മാത്രം. എന്നാലും ആദ്യമൊക്കെ വന്ന് നോക്കിക്കൊണ്ട് പോയി. ഇപ്പോൾ നോക്കാനായിട്ട് അവർക്ക് പിള്ളേരെ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവർ വരവില്ല, നിൽക്കലുമില്ല, നോക്കലുമില്ല. മോനാണെങ്കിൽ നോക്കിയിട്ടില്ല. അതിന് ബ്രെയിൻ ട്യൂമറായിട്ട് LFയിൽ കഴിഞ്ഞതിന് ഇവിടുത്തെ ആഴ്ചയിൽ 2 ഓപ്പറേഷൻ കഴിഞ്ഞു. അവിടെ തന്നെ റേഡിയേഷൻ നടത്തി. അത് കണ്ട് ഞാൻ എല്ലാ റോട്ടിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ ഇടുപ്പല്ലിൽ 2 പൊട്ടാണ്. ഒരെണ്ണ ഞാൻ വെല്ലോണം നടന്നേനെ. അതും പറ്റണില്ല. നിരങ്ങി ഇപ്പോൾ കഞ്ഞും കൂട്ടാനും ഇപ്പോൾ ഇവിടെ വന്നേക്കണ ആ ചേച്ചി കൊണ്ടു തരുമായിരുന്നു. അത് എപ്പോഴും അതൊന്നും വരാൻ പറ്റും. അപ്പം ഞാൻ പ്രയത്നിച്ചൊക്കെ ഉണ്ട്. പിന്നെ ഒരു LFCHSലെ ഒരു മാഷും ടീച്ചറും കൂടി സെൻസസിന് വന്നതാ. അവർ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തന്ന്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇന്ന് ഞാൻ കഞ്ഞിയും വെച്ച് കൊണ്ടിരിക്കുന്ന നേരത്താണ് ഇവർ പിന്നെയും വന്നേ എൻ്റെ കാര്യം എന്തായെന്നറിയാൻ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തുണിയൊക്കെ ഞാൻ തന്നെ കുറിച്ച് തിരുമ്മി കുളിക്കലും ഒക്കെ കഴിച്ച് ഞാൻ തന്നെ ഇരിക്കൂടെ. എനിക്ക് ഈ ഓപ്പറേഷൻ ഒന്ന് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. അല്ലാണ്ട് ഒന്നും വേണ്ട. ഇച്ചിരി കിടക്കാനൊക്കെ ഭൂമിയുണ്ട്. ചാലക്കുടിയിൽ മതി. അകലെ ഒന്നും വന്ന് നിൽക്കാൻ ആളുമില്ല, അർത്ഥമില്ല. ചാലക്കുടിലാണെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ വന്ന് ഒരു നേരം നോക്ക വല്ലതും ചെയ്യും. അല്ലാണ്ട് എന്നെ നോക്കാനും കൊള്ളാനോ അല്ലാത്തൊരു ക്ഷീണമുള്ളൂ എനിക്ക്. മല്ലിക എന്ന ഈ അമ്മാമ്മയുടെ അവസ്ഥ നിങ്ങളെല്ലാവരും കേട്ടല്ലോ. ഇനി ഈ അമ്മാമ്മയുടെ ആവശ്യമെന്ന് പറയുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ സഹായം കിട്ടണമെന്നാണ്. കൂടെ ആരുമില്ല അമ്മാമ്മയുടെ കൂട്ടിനായി. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇടപെട്ട് ചാലക്കുടി ആശുപത്രിയിൽ ഈ അമ്മാമ്മയ്ക്ക് കാലിൻ്റെ ഓപ്പറേഷൻ ഭംഗിയായി ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതുമാണ്. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അമ്മാമ്മയുടെ പ്രധാനപ്പെട്ട ഈ ഒരു ആവശ്യം നിങ്ങളിൽ എത്തിച്ചതാണ്.